എന്താ അത് കാഴ്ച. അതാത് വാഹനങ്ങളിലേക്ക് പോവുക, നിർത്തിയിട്ട വാഹനങ്ങൾ കയറുക. ഇതൊരു ദേശീയ റെക്കോർഡാണ്, ഒരുപക്ഷെ ലോക റെക്കോർഡ് തന്നെ ആയിരിക്കും മലപ്പുറം നഗരസഭയ്ക്കുള്ള ലോക റെക്കോർഡ്. കാരണം 3100 വയോജനങ്ങളെ 80 ബസ്സുകളിലായിട്ട് ഒരൊറ്റ ദിവസം രാവിലെ കോട്ടക്കുന്നിൽ നിന്ന് പുറപ്പെട്ട് വയനാട് യാത്ര. മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത് ചില ആളുകൾ കോട്ടക്കുന്ന് വരെ കാണാത്ത ആളുകളാണ് യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിലും സന്തോഷം എന്ന് പറയുന്നത് ഇവരെ ഒരുമിപ്പിച്ചതും അവരുടെ ആ സന്തോഷത്തിന് ഒരു വലിയൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നഗരസഭ നൽകിയത്. പ്രിയങ്കരനായ സുഹൃത്ത് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരിയും ടീമിന്റെയും ഒരുപാട് നാളത്തെ ഒരു പരിശ്രമത്തിന് ഫലമാണ്. എന്റെ സുഹൃത്ത് മലപ്പുറത്തിന്റെ നഗരസഭയുടെ ചെയർമാൻ, സന്തോഷം, ഹാപ്പി അല്ലേ? ഇത് കഴിഞ്ഞ ഒരു 2 മാസത്തോളായി ഞങ്ങൾ ഇതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ നടക്കുന്ന ഈ ട്രിപ്പിനെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഓൾറെഡി ഇമാജിൻ ചെയ്തൊരു ദിവസമാണ്. ഇവിടെ സംഭവിക്കുന്നതൊക്കെ ഇന്ന് രാവിലെ സംഭവിക്കുന്നതിലുപരി മാസങ്ങളായി എല്ലാ ദിവസവും രാവിലെ ഞങ്ങളുടെ മനസ്സിൽ വരുന്ന രംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ അർത്ഥത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നു. ഒരാളുടെ ഒരൊറ്റ പെർഫോമൻസ് അല്ല, എല്ലാവരും മനസ്സറിഞ്ഞ് ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ റിസൾട്ടാണ്. യാത്രക്കിടയിൽ എല്ലാ സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം പോകുന്ന വഴിയിൽ 8ഓളം ഓഡിറ്റോറിയങ്ങൾ, പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും തിരിച്ചു വരവിനും അങ്ങനെയുള്ള ഫുൾ ഫെസിലിറ്റി, മെഡിക്കൽ ടീം, പിന്നെ വന്നവർക്കൊക്കെ അംബ്രല്ല, മറ്റു നമ്മളെ പകൽ വീട് അതാണ്. പകൽ വീടിന് ഗദ്ദാഫി സാഹിബാണ് കൊടുക്കുന്ന സന്തോഷം. എല്ലാത്തിലും ഉണ്ട് അല്ലേ? ഇവരുടെ വന്നവരുടെ പിന്നെ മുഖത്ത് കാണാൻ സാധിച്ചത് വയസ്സൊരു വെറും നമ്പർ മാത്രമാണ്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താ പറയുക, നഗരസഭയിലെ എല്ലാ വാർഡിലെയും ആളുകളുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ സൗഹൃദങ്ങൾ ഉള്ളത് കൊണ്ട് യാത്ര ഒരിക്കലും അവർക്കൊരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു ഫ്രഷ്നെസ് ഫീലാണ് വന്നിട്ടുള്ളത്. ഏതായാലും നഗരസഭ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തന്നെ കാഴ്ചവെച്ചിട്ടുള്ളത്. മനോഹരമായ കോട്ടക്കുന്നിൽ അത് രാവിലെ തന്നെ ഒരു വലിയ സന്തോഷമുള്ള ഒരു മനസ്സ് എന്ന ഒരു കാഴ്ചയാണ്. എന്താ ഇപ്പൊ അതൊക്കെ കാണുന്നത്? എന്താ പറയാ, ഒരു ഇതിഹാസം രചിച്ചിരിക്കുകയാണ് മലപ്പുറം നഗരസഭ. അവരുടെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ പങ്കാളികളായിട്ടുള്ളതാണ്. പക്ഷെ ഇതൊരു ചരിത്രമായി മാറി എന്ന് ഇപ്പോൾ തന്നെ പറയാം. അല്ല, അല്ലിൻ തന്നെയാണ്, ഉറപ്പല്ലേ? അല്ലിൻ തന്നെ, എന്താ സംശയം? ചരിത്ര യാത്രകൾക്ക് എന്നും മുന്നിൽ അല്ലിൻ തന്നെ അല്ലേ? 104 വയസ്സുള്ള മലപ്പുറത്തെ ഒരു ഉമ്മയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്.